പ്രിയപ്പെട്ട എൻ്റെ സദസ്സിന് എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനിവിടെ വരുന്നെന്നെ വിചാരിച്ചില്ല. ഒട്ടും ആരോഗ്യ പ്രശ്നങ്ങൾ ഒരുപാടുണ്ട്. നാളെ ഞാൻ പോയി അഡ്മിറ്റ് ചെയ്യാണ് ഇവിടെ ആരോഗ്യ ഇരിഞ്ഞാലക്കുടയിൽ. സോ ഇതിനു മുമ്പ് ഇതിൽ പ്രത്യക്ഷപ്പെടാൻ എനിക്ക് സാധിച്ചല്ലോ. അതിന് വളരെ നന്ദിയുണ്ട്. കാരണം രമണനിൽ ഞാൻ പാടാമെന്ന് തന്നെ ഒരു വലിയൊരു കഥയാണ്. ചെറിയ പ്രായത്തിലെ കവിതയെക്കുറിച്ച് എൻ്റെ അച്ഛൻ്റെ കവിത പാടിയിട്ടുണ്ട് കുറേ എന്നല്ലാതെ. ചങ്ങമ്പുഴയുടെ കവിത ആദ്യമായി കേൾക്കുന്നത് ഞാൻ സിനിമയിൽ പാടാൻ വന്നപ്പോഴാണ്. അതിൽ അർദ്ധരാത്രിക്കാണ് റെക്കോർഡിങ്. അത് ഏകാന്ത കാമുക നിന്റെ മനോരഥം ലോകാപവാദത്തിൻ്റെ കേന്ദ്രമാണ്. അതാണ് എന്നെ പഠിപ്പിച്ച് പാടാൻ റെക്കോർഡിങ്ങിലേക്ക് തയ്യാറാക്കി വെച്ചത്. അത് പാടിക്കഴിഞ്ഞ ശേഷം ഞാൻ ഒരുപാട് കരഞ്ഞിരുന്നു. അന്ന് എനിക്ക് 14 വയസ്സേ കിട്ടും രമണനിൽ പാടാൻ വരുമ്പോൾ. പിന്നെ വെള്ളി നക്ഷത്രമേ നിന്നെ നോക്കി, KP ഉദയഭാനുവിൻ്റെ പാട്ട്. ഈ പാട്ട് രണ്ടും ഞാൻ ഒരുപാട് ആസ്വദിച്ചത്. പിന്നെ അതിൽ കോറസൊക്കെ ഞാൻ തന്നെയാണ് പാടിയത്. ഞാനും അവിടുത്തെ തമിഴിൽ പാടുന്ന കുറേ പാട്ടുകാരുണ്ടായിരുന്നു, അവരും അതിൽ കൂടി. റെക്കോർഡിങ്ങൊക്കെ കഴിഞ്ഞ് 10 കൊല്ലം കഴിഞ്ഞിട്ടാണ് സിനിമ ഇറങ്ങുന്നത്. ഇത്രത്തോളം അത് ഫേമസ് ആകുമെന്നൊന്നും വിചാരിച്ചില്ല. ഇപ്പോഴും അത് എല്ലാവരും മനസ്സിൽ കൊണ്ടു നടക്കുന്നു എന്നറിയുമ്പോൾ വളരെയേറെ സന്തോഷമുണ്ട്. ഞാനും മാഷും കൂടി ഓർമ്മയുള്ളിടത്തോളം മാഷ് നിലഭാവം പഠിച്ച് തയ്യാറാക്കി കഴിഞ്ഞു. ഞാനിനിയും അതിൽ ഉറപ്പ് പറയാൻ വയ്യ, എങ്കിലും നിങ്ങൾക്ക് വേണ്ടി ആലോചിക്കാം. ഇത് ഒരു ശ്രുതി കിട്ടാൻ വേണ്ടി ഒരു കരോക്കെ ഒന്ന് സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല, സമയം കിട്ടിയില്ല. അതുകൊണ്ട് ചേച്ചിയമ്മ പാടിയ പാട്ടിൻ്റെ കൂടെ ഞാനും ചേച്ചിയമ്മയും കൂടെ ഞാൻ സപ്പോർട്ടീവായിട്ട് പാടിയിട്ട് ഒന്ന് കേൾക്കാം. രണ്ടിൻ്റെ പാടിയിരിക്കുന്നത് ദാസേട്ടൻ പാടിയ പാട്ട് ഇപ്പം നമ്മൾ പാടുന്ന പോലെ. ഓക്കെ.
നീലക്കുയിലേ നീലക്കുയിലേ നീ എന്തെന്നോട് മുണ്ടാത്തേ നീലക്കുയിലേ നീലക്കുയിലേ നീ എന്തെന്നോട് മുണ്ടാത്തേ തേന്മാവെ പൂത്തിട്ടെന്തി തേന്തൽ തിന്നു മതിക്കാതെ തേന്മാവൊക്കെ പൂത്തിട്ടെന്തി തേന്തൽ തിന്നു മതിക്കാതെ നീലക്കുയിലേ നീ എന്തെന്നോട് മുണ്ടാത്തേ കാടുകളെയും പോയല്ല കാടുകളൊക്കെ പൂത്തല്ല കാടുകളെയും പോയല്ല കാടുകളൊക്കെ പൂത്തല്ല നാമല്ലാതെ വഴിയില്ല നാണിച്ചിങ്ങനെ നിന്നല്ല നാമല്ലാതെ വഴിയില്ല നാണിച്ചിങ്ങനെ നിന്നല്ല നീലക്കുയിലേ നീലക്കുയിലേ നീ എന്തെന്നോട് മുണ്ടാത്തേ പൂത്തിട്ടെന്തി തേന്തൽ തിന്നു മതിക്കാതെ പൂത്തിട്ടെന്തി തേന്തൽ തിന്നു മതിക്കാതെ മുണ്ടാത്തേ ഓണപ്പൂക്കൾ പറിച്ചല്ല ഓണക്കോടിയുടുത്തല്ല ഓണപ്പൂക്കൾ പറിച്ചല്ല ഓണക്കോടിയുടുത്തല്ല എന്നിട്ടും നീ എന്താണിങ്ങനെ എന്നോടൊന്നും ഉണ്ടാത്തേ എന്നിട്ടും നീ എന്താണിങ്ങനെ എന്നോടൊന്നും ഉണ്ടാത്തേ നീലക്കുയിലേ നീ എന്തെന്നോട് മുണ്ടാത്തേ നീലക്കുയിലേ നീലക്കുയിലേ നീ എന്തെന്നോട് മുണ്ടാത്തേ തേന്മാവൊക്കെ പൂത്തിട്ടെന്തി തേന്തൽ തിന്നു മതിക്കാതെ തേന്മാവൊക്കെ പൂത്തിട്ടെന്തി തേന്തൽ തിന്നു മതിക്കാതെ നീലക്കുയിലേ നീ എന്തെന്നോട് മുണ്ടാത്തേ. ക്ഷമിക്കണം, ഒരുപാട് വർഷങ്ങളായില്ലേ, എങ്കിലും ഇപ്പോഴും ഈ പറഞ്ഞ സംഗീതത്തെ മനസ്സിൽ നിറച്ചു കൊണ്ട് നടക്കുകയാണ് ചേച്ചിമാർ. ഇപ്പോഴും സംഗീതം ചെയ്യുന്നു. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, സംഗീത സംവിധാനം നിർവഹിച്ച് ഞാൻ പാടി, തിരുവമ്പാടി കണ്ണന്, തിരുവമ്പാടി ദേവി, സുപ്രഭാത ഗീതമൊക്കെ ചേച്ചിയമ്മയാണ് കമ്പോസ് ചെയ്തത്, ഞാൻ പാടി. അപ്പം അങ്ങനെ അഷ്ടപതി. ഇപ്പോൾ ഗീതഗോവിന്ദം സാറ് പറഞ്ഞപ്പോൾ ആ ഗീതഗോവിന്ദം അരച്ചു കുടിച്ച ഒരമ്മയാണ് ഇവിടെ ഇരിക്കുന്നത്. കാരണം അതിലുള്ള 28 അഷ്ടപതികൾ അല്ലേ, 24 അഷ്ടപതികളും കമ്പോസ് ചെയ്ത് അത് മുഴുവൻ ഞാൻ പാടി റെക്കോർഡ് ചെയ്ത് ഇനിയിപ്പോൾ അത് ദശാവതാരം എന്ന ഫോർമാറ്റ് അവതരിപ്പിക്കപ്പെടാൻ പോവുകയാണ്. അതിൻ്റെ ഒരു ഇതിലാണ് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്, പ്രാക്ടീസും കാര്യങ്ങളും ഇതൊക്കെ ആയിട്ട്. അത് ഞാൻ പറഞ്ഞല്ലോ, ഡാൻസിനെ കുറിച്ചായാലും പാട്ടിനെ കുറിച്ചായാലും കർണാട്ടിക് മ്യൂസിക്കായാലും ലൈറ്റ് മ്യൂസിക്കായാലും ഒക്കെ ഭയങ്കര അവഗാഹമുള്ള ഒരു അമ്മയായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം എൻ്റെ ഭാഗ്യമാണ് അത്രയും ചേച്ചിയുടെ അരികിൽ നിന്ന് പഠിക്കാൻ പറ്റുക എന്ന് പറഞ്ഞു. അഷ്ടപതിയൊക്കെ ഞാൻ ചേച്ചിയുടെ അരികിൽ നിന്ന് പഠിച്ചത്, അത് റെക്കോർഡ് ചെയ്ത് അത് പാടിത്തരുമ്പോഴും എന്നെ പഠിപ്പിക്കുമ്പോഴൊക്കെ എനിക്ക് കിട്ടുന്ന ഒരു ഇതുണ്ടല്ലോ, അതൊക്കെ മഹാഭാഗ്യമായിട്ട് കാണും. ഈ പ്രായത്തിൽ ഇപ്പോൾ ഷീസ് 83, പക്ഷേ ഇപ്പോഴാണ് കുറച്ച് നാളുകളായിട്ടാണ്, 2 ആഴ്ചയായിട്ടാണ് തീരെ നടക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് വരും. പെട്ടെന്നൊരു പ്രഷർ ഷൂട്ടപ്പായി. അതാണ് ഇപ്പോൾ ട്രീറ്റ്മെൻറ്റിന് പോകുന്നത്. നാളെ പോയി കഴിഞ്ഞൊരു 14 ഡേയ്സ് ആയുർവേദ ചികിത്സയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് വന്ന് ആ ഒരു ഇതിലാണ്. എങ്കിലും ഇപ്പോൾ വരാൻ തയ്യാറായതും ഇത് പാടാൻ പറ്റുമെന്ന് അറിയില്ല. ഞാൻ പറഞ്ഞാൽ കൂടെ സപ്പോർട്ട് ചെയ്യാം. എന്നാലും ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിയല്ലേ, രമണനിൽ പാടിയ ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് 90 ഇയേഴ്സ് ഒരു സെലിബ്രേഷൻ ആകുമ്പോൾ ചേച്ചി വന്നാൽ കൂടെ ആയാലും ഒന്ന് പാടണം എന്ന് പറഞ്ഞിട്ട് അതുകൊണ്ടാണ് അങ്ങനെ വെച്ചത്.
ക്ഷമിക്കണം. പറഞ്ഞാലും മതിയാവില്ല. കാരണം എന്താ പറയേണ്ടത്, ഞാനൊരു എഴുത്തുകാരിയാണെങ്കിലും എനിക്ക് പ്രസംഗിക്കാനൊന്നും വലിയ ചാതുര്യമൊന്നും എൻ്റെ അച്ഛനെ പോലെ എനിക്ക് കിട്ടിയിട്ടില്ല. കാരണം ഞാൻ ചെയ്യുന്നത് മുഴുവൻ വളരെ സൈലൻ്റാണ്. ഞാൻ ഈ തൃശ്ശൂരിൽ വന്നിട്ട് 41 കൊല്ലമായി. പക്ഷെ സംഗീതപരമായിട്ടും സാഹിത്യപരമായിട്ടും എന്നെ അറിയുന്നത് വളരെ വൈകിയ ശേഷമാണ്. എൻ്റെ സ്വദേശം കോഴിക്കോടാണ്. സോ ഇപ്പോഴെങ്കിലും ആ ഭാഗ്യം എനിക്ക് കിട്ടിയതെന്ന് ഞാൻ എല്ലാവർക്കും നന്ദി പറയുകയാണ്. വെള്ളി നക്ഷത്രമേ നിന്നെ നോക്കി തുള്ളി തുളുമ്പുക വെള്ളി നക്ഷത്രമേ നിന്നെ നോക്കി തുളുമ്പുക എൻ്റെ ചിത്തത്തിലെന്നും ഇല്ല മാതക വെള്ളി നക്ഷത്രമേ നിന്നെ നോക്കി തുള്ളി തുളുമ്പുക എന്നെ മാമക ചിത്തത്തിലെന്നും ഇല്ല മാതക വ്യാമോഹമൊന്നും. ചേച്ചിയോട് തിരിച്ചിട്ട് പാടിട്ട് എന്റെ സ്ഥാനവും വെള്ളി നക്ഷത്രം നിന്നെ നോക്കി തുള്ളി തുളുമ്പുക എൻ്റെ മാമക ചിത്തത്തിലെന്നും ഇല്ല മാതക വ്യാമോഹമെന്നും. ഈ പ്രായാധിക്യം കുറ്റം പറയുന്നതിനും പാടുന്നു എന്നുള്ളതിന് വലിയൊരു അതിശയമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം പ്രായം ശരിക്കും ഒരു നമ്പറാണെന്ന് ചേച്ചിയമ്മ തെളിയിച്ചുകൊണ്ടിരിക്കുക. ഇതിനു മുമ്പിലുള്ള കുറെ ഓരോ വേദികളിൽ ഇതാവുന്ന സമയത്തും ഞാൻ പലപ്പോഴും ചേച്ചിയെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. ചേച്ചിയെ ആദരിക്കുന്ന ഒരു ചടങ്ങിൽ വെച്ചിട്ടാണ് ഞങ്ങൾ പരിചയപ്പെടുന്നത്. 1.5 വർഷം മുമ്പുള്ള കാര്യം. അപ്പോൾ വളരെ സജീവമായിട്ട് ഇപ്പോഴും സംഗീതത്തിലായാലും എഴുത്തിലായാലും ഒക്കെ ഇപ്പോഴും സജീവമായിട്ട് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. പക്ഷെ ഇപ്പോൾ കുറേ നാളുകളായിട്ട് ഇപ്പോൾ എഴുതുകയാണെങ്കിലും ഇപ്പോൾ മ്യൂസിക് ചെയ്യണമെങ്കിലും സപ്പോർട്ട് വേണം ഒരാളുടെ. അതായത് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്യുന്ന ആ ഒരു ഇത് പോയിട്ട് സപ്പോർട്ട് കിട്ടുകയാണെങ്കിൽ ചേച്ചിമ്മ വീണ്ടും ഇതാവും. അങ്ങനെ ഒരു ഇതിൽ പോകണം. ഇപ്പോഴും അങ്ങനെ എഴുതാനുള്ള അഭിനിവേശവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു ബുക്ക് ഒരു പരിധിവരെ എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷെ അത് പൂർത്തീകരിച്ചിട്ടില്ല. ഇപ്പോൾ ചാരുകേശു എന്നുള്ള നോവലാണ് ഇപ്പോൾ ഇംഗ്ലീഷിലുള്ള ട്രാൻസ്ലേഷൻ ഞാനാണ് ട്രാൻസ്ലേറ്റ് ചെയ്തത്. അത് കഴിഞ്ഞു.
അപ്പം അങ്ങനെ ചില ആഗ്രഹങ്ങൾ മലയാളത്തിൽ നോവൽ ഇംഗ്ലീഷിലോട്ട് ചേച്ചിയുടെ ട്രാൻസ്ലേഷൻ ചെയ്യണം എന്നുള്ള ആഗ്രഹം പലരെയും ചേച്ചിയമ്മ സമീപിച്ചിട്ട് ആരും കുറച്ച് നോക്കുന്നിട്ട് ശരിയാവുന്നില്ല, ചേച്ചിയുടെ ലാംഗ്വേജ് പിടികിട്ടുന്നില്ല എന്ന് പറഞ്ഞു. എന്തോ ഭാഗ്യത്തിന് എനിക്ക് പിടികിട്ടി. ഞാനത് ഒരെണ്ണം റിലീസായി, എൻചാൻറ്റിങ് എക്സ്പെക്ടേഷൻസ് എന്നുള്ള അത് റിലീസായി. ഇപ്പം ചാരികേശി ഇപ്പോൾ മാതൃഭൂമി പബ്ലിക്കേഷൻസിൽ കൊടുക്കാനുള്ള ഇത് ആയിരിക്കണം. പ്രാർത്ഥിക്കണം ചേച്ചിയമ്മയ്ക്ക് വേണ്ടിയിട്ട്, എനിക്ക് വേണ്ടിയിട്ടൊക്കെ. സോ മച്ച്. എല്ലാവർക്കും വളരെയേറെ നന്ദി. സന്തോഷപൂർവ്വം കാണാൻ ഇടയുണ്ടാകട്ടെ. ആക്ച്വലി ഏകാന്ത കാമുക രാഘവ മാഷ് എന്നെ പഠിപ്പിച്ച് റെക്കോർഡിങ്ങിന് തയ്യാറാക്കിയതാണ്. ഞാനത് പഠിച്ച് പാടി റെക്കോർഡിങ്ങിന് തയ്യാറാവുമ്പോഴാണ് രാവിലെ വളരെ നിരാശയായിരുന്നില്ല. അത് എനിക്കല്ല, ശാന്താപ്പി നായരാണ് പാടാൻ പോകുന്നത് എന്ന് അറിവ് കിട്ടി. പിന്നെ ഞാൻ പാടിയൊരു സ്റ്റേജിൽ അത് ട്രിവാൻഡ്രത്ത് വെച്ച് പാടാനുള്ള ഒരു അവസരം കിട്ടി. ഓർമ്മയുള്ള പോലെ പാടാം. നന്ദി രാധ ചേച്ചി. ഈ പ്രായത്തിലും ഞങ്ങൾക്ക് വേണ്ടി ഇത്രയേറെ സാഹസങ്ങൾ സഹിച്ച് ഇവിടെ വരികയും ഞങ്ങൾക്ക് ആ പറയുന്നതനുസരിച്ച് പാട്ടുകൾ പാടുകയും ചെയ്യുന്ന അങ്ങേക്ക് നന്ദി. ഏകാന്ത കാമുക നിന്റെ മനോരഥം ലോകപവാദത്തിൻ കേന്ദ്രമായി. ഏകാന്ത കാമുക നിന്റെ മനോരഥം ലോകപവാദത്തിൻ കേന്ദ്രമായി. ുവാനില്ലതില്ലാം എത്രയായാലും മനുഷ്യരല്ലേ. കുറ്റപ്പെടുത്തുവാനില്ലതില്ലാം എത്രയായാലും മനുഷ്യരല്ലേ. ഏകാന്ത കാമുക നിന്റെ മനോരഥം ലോകപവാദത്തിൻ കേന്ദ്രമായി.